Welcome to BSc Main Physics, Semester 5, Paper 3 Electronics. And today we see p-n junction diode from Unit 2, diode circuits. The Unit 2 is diode circuits, and from that unit we studied today the p-n junction diode, crystal diode, and this is the 12th lecture in electronics. Paper 3 Electronics, BSc Main Physics, p-n junction diode. So in the previous class we have studied semiconductors, intrinsic and extrinsic, and also we have studied the expression for conductivity, electrical conductivity in a semiconductor, and today we study the combination of two semiconductors, the p-n junction diode or crystal diode, and this is the symbolic representation of a p-n junction. P section at one side and N section at the other side, they are joined together. That is the constructional feature is given in figure A, and figure B, it represents the symbol arrowhead and a bar, and this is called p-n junction, or simply p-n junction diode, crystal diode. Crystal diode is represented by an arrowhead and a bar. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പഠിച്ചതാണ്. അത് എൻ ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ പിയും എന്നും കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് p-n ജംഗ്ഷൻ അല്ലെങ്കിൽ p-n ജംഗ്ഷൻ ഡയോഡ്. അത് സിംബോളിക്കായിട്ട് നമ്മൾ ആരോ ഹെഡും ബാറുമായിട്ട് ആ ഫിഗർ ബിയിൽ കാണുന്നത് പോലെ വരക്കും. ആരോ ഹെഡ് ആനോടാണ്, പോസിറ്റീവ് ആണ്, അതുപോലെ ബാറ് കാതോടാണ്, നെഗറ്റീവാണ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു പി സെക്ഷനും എൻ സെക്ഷനും യോജിപ്പിച്ചു എന്ന് പറയാമെങ്കിലും അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു സിലിക്കൺ വേഫർ എടുത്തിട്ട്, സിലിക്കണിൻ്റെ പീസ് എടുത്തിട്ട് ഒരു സൈഡിൽ ഒരു ഭാഗത്ത് എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ചേർക്കും, മറ്റൊരു ഭാഗത്ത് പി ടൈപ്പ് ഇമ്പ്യൂരിറ്റി ചേർക്കും. അങ്ങനെ ചേർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോമ്പിനേഷനാണ് p-n ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് പി പ്രത്യേകം എടുത്ത് എൻ പ്രത്യേകം എടുത്ത് യോജിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒരേ സിലിക്കൺ പീസിൽ വ്യത്യസ്തമായ രണ്ട് പോയിന്റിൽ പി ടൈപ്പ് ഇമ്പ്യൂരിറ്റിയും എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റിയും ഡോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ്, അതിനാണ് p-n ജംഗ്ഷൻ എന്ന് പറയുന്നത്. p-n ജംഗ്ഷൻ. അപ്പോൾ അവർ രണ്ടും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടെ, p-n ജംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, സിമ്പിളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ പഠിക്കാനായിട്ട് നമ്മൾ താഴെ കുറച്ചുകൂടി ഒരു വ്യക്തമായ പടം കൊടുത്തിട്ടുണ്ട്. ഈ പിയിലുള്ളത് നമുക്കറിയാം ഹോൾസ് ആണ്. ഹോൾസിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ വേക്കൻസികളാണ്. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ടികളല്ല, അത് ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ്, അതിന് പോസിറ്റീവ് ചാർജാണ്. ഇപ്പോൾ അത് എൻ റീജിയനിലുള്ളത് ഇലക്ട്രോൺസ് ആണ്. എൻ റീജിയൻ ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസിന് ഉള്ളത് നെഗറ്റീവ് ചാർജ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെനട്രേറ്റ് ചെയ്യും. അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസിനെ കാണുമ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യും. അപ്പോൾ കുറേ ഇലക്ട്രോൺ പി റീജിയനിലേക്ക് പെനട്രേറ്റ് ചെയ്യാം, കുറേ ഹോൾസ് എൻ റീജിയനിലേക്ക് പെനട്രേറ്റ് ചെയ്യാം. അങ്ങനെ പെനട്രേറ്റ് ചെയ്ത ഒരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പെനട്രേറ്റ് അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പോൾ നോക്കുക, പി സൈഡിലുള്ളതെല്ലാം ഹോൾസാണ്, പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ പടത്തിൽ എന്താണ് നെഗറ്റീവ് കാണിച്ചിരിക്കുന്നത്? ആ കാര്യമാണ് പറയുന്നത്. എൻ സൈഡിലുള്ളതെല്ലാം ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ആണ്. പക്ഷെ എന്താണ് ഇവിടെ പ്ലസ് കാണിച്ചിരിക്കുന്നത്? അതിന് കാരണം നമ്മൾ ഈ p-n ജംഗ്ഷനിൽ യോജിപ്പിച്ച് വെച്ചാൽ ആ ജംഗ്ഷനിൽ വെച്ച് ഈ ചാർജ് ക്യാരിയേഴ്സ്, ഹോൾസ്, പോസിറ്റീവ് ചാർജുള്ള ഹോൾസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും പെനട്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എന്നിൽ പ്ലസ് പിയിൽ മൈനസ് ആയിട്ട്. അപ്പം അങ്ങനെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ, ചാർജ് പെനട്രേറ്റ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ അതിനെ p-n ജംഗ്ഷൻ എന്ന് പറയും. അവിടെ ഒരു ബാരിയർ വോൾട്ടേജ് വരും, അതാണ് വി എന്ന് പറയുന്നത്, വി. അപ്പോൾ p-n ജംഗ്ഷൻ്റെ ചാർജ് പെനട്രേറ്റഡ് ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് p-n ജംഗ്ഷൻ ഡയോഡ് എന്ന് നോക്കാം. p-n junction diode. When a p-type semiconductor is brought into contact with an n-type semiconductor,
The contact surface is so formed is called a p junction. ഒരു p ടൈപ്പും n ടൈപ്പിനും കോണ്ടാക്റ്റിൽ വന്നാൽ കിട്ടുന്നതാണ് p junction. In practice, a p junction is made using a single crystal by changing the dopants impurities from donor to acceptors during the growth of the crystal. അപ്പോൾ ഒരേ ക്രിസ്റ്റലിൽ വ്യത്യസ്തമായ ഇമ്പ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ p junction ഉണ്ടാക്കുന്നത്. N side has more electrons. N side has more electrons and p side has more holes. When the junction is formed, they diffuse in all directions. അപ്പോൾ ഡിഫ്യൂസ്ഡ് പടാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. A few diffuse across the junction. Each time an electron crosses the junction, positive ion is created in the n-type region. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത പോസിറ്റീവ് അയോൺസ് ആണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ നെഗറ്റീവ് അയോണിൻ്റെ p ടൈപ്പ്. അപ്പോൾ ഡിഫ്യൂസ് ചെയ്തതിന് ശേഷമുള്ള ചാർജിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അയോൺസ് ആണ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. When sufficient ion pairs are created like this, then a net positive charge on the inside and negative charge on the p side. അങ്ങനെ ഉണ്ടാകും. ചാർജ് മതിയാം വണ്ണം ആവശ്യത്തിന് പെനട്രേറ്റ് ചെയ്താൽ നമുക്ക് ഇൻസൈഡിൽ ഒരു നെറ്റ് പോസിറ്റീവ് ചാർജും പി സൈഡിൽ ഒരു നെറ്റ് നെഗറ്റീവ് ചാർജും ഉണ്ടാകും. ദീസ് ചാർജസ് ആക്ട് ആസ് ബാരിയർ ഫോർ ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. ഇപ്പോൾ ചാർജിങ്ങിനെ പെനട്രേറ്റ് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഫർദർ പെനട്രേഷൻ, ചാർജുകളുടെ ഫർദർ പെനട്രേഷൻ അലൗഡ് ആയിരിക്കില്ല. ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ it is about 0.7 volt, 0.3 volt. ഇപ്പോൾ സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ്. ജെർമേനിയം ഡയോഡ് ആണെങ്കിൽ അത് 0.3 വോൾട്ട് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ജനറലായിട്ട് ഇറ്റ് ഈസ് അബൌട്ട് 0.7 വോൾട്ട് ടു 0.3 വോൾട്ട്. എ തിൻ ലെയർ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ജംഗ്ഷൻ ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് ഒരു തിൻ ലെയർ ഉണ്ട്. അവിടെ ഇലക്ട്രോൺസിൻ്റെയോ ഹോൾസിൻ്റെയോ സ്വാധീനമില്ല. ദിസ് തിൻ ലെയർ ഈസ് ഡിപ്ലീറ്റഡ് ഫ്രം ഫ്രീ ചാർജസ് ആൻഡ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ വളരെ ചെറിയൊരു ലെയർ ഉണ്ട്, അവിടെ ചാർജുകളേ ഇല്ല. അതിന് ഇപ്പോൾ ചാർജ് ഡിപ്ലീറ്റഡ് ആണ്. ഡിപ്ലീറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രീ ഫ്രം. അത്തരം ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്നും പറയും. ഡിപ്ലീഷൻ റീജിയൻ എന്നും പറയും. The width of depletion region is about 5 micrometer. ഒരു 5 മൈക്രോമീറ്റർ ആണ് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്. ഫോർ ഫർദർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദി ജംഗ്ഷൻ എക്സ്റ്റേണൽ PD മസ്റ്റ് ബി അപ്ലൈഡ്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്താൽ ഫർദർ ചാർജ് ക്യാരിയേഴ്സ് അവിടെ ക്രോസ് ചെയ്തില്ല, കറണ്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫർദർ ഫ്ലോ ഓഫ് ചാർജസ് ഇലക്ട്രോൺസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് ഒരു PD അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 തരത്തിലാണ് നമ്മൾ PD കൊടുക്കുന്നത്. അതിൽ ഒന്നാമത് വിളിക്കുന്ന പേര് ഫോർവേഡ് ബയസ് എന്ന് പറയും, രണ്ടാമത്തെ വിളിക്കുന്ന റിവേഴ്സ് ബയസ് എന്ന് പറയും. അപ്പോൾ ഇനി പറയേണ്ടത് ഫോർവേഡ് ബയസിങ്, റിവേഴ്സ് ബയസിങ്. ഈ പടം നോക്കി, ഇത് ഫോർവേഡ് ബയസിൻ്റെ ഒരു പടമാണ്. ആ ബോക്സിനകത്ത് ആണ് വരച്ചിരിക്കുന്നത്. p ജംഗ്ഷൻ, നിങ്ങൾ ആ ബോക്സ് വരക്കണമെന്നില്ല, p ജംഗ്ഷൻ വരച്ചാൽ മതി. ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്ന പടം ഇത് ഫോർവേഡ് ബയസിൻ്റെ പടമാണ്. കാരണം ബാറ്ററി നമുക്ക് പ്ലസ് മൈനസ് അറിയാമല്ലോ. ആ വലിയ ലൈനാണ് പോസിറ്റീവ് പിയിലേക്ക് കൊടുത്താൽ, നെഗറ്റീവ് എല്ലിലേക്ക് കൊടുത്താൽ ഇതിൻ്റെ ഫോർവേഡ് ബയസ് എന്ന് പറയും. തിരിച്ചാണ് ബാറ്ററി കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ബയസ് എന്ന് പറയും. ഫോർവേഡ് ബയസ് ചെയ്താൽ ഈ കാണുന്ന പോലെ ബാറ്ററി കണക്ട് ചെയ്താൽ അത് കണ്ടക്ട് ചെയ്യും. നമ്മളതിൻ്റെ പൊളാരിറ്റി മറിച്ചാൽ അത് കണ്ടക്ട് ചെയ്യില്ല. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Connecting a cell to p-n junction is called biasing. ഒരു സെല്ല് ഡയോഡിൽ പിടിപ്പിക്കുന്നതിനെ ബയസിങ് എന്ന് പറയും. If the positive terminal of the cell is connected to p type and negative to n type, it is called forward biasing. ഫിഗർ എ. അപ്പോൾ ബാറ്ററിയുടെ സെൽ പോസിറ്റീവ് പിയിലേക്കും സെൽ നെഗറ്റീവ് എന്നിലേക്കും കൊടുക്കുന്നത് അതിന് ഫോർവേഡ് ബയസിങ് എന്ന് പറയും.
അപ്ലൈഡ് പി ഡി റെഡ്യൂസസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. കൊടുക്കുന്ന പി ഡി പൊട്ടൻഷ്യൽ ബാരിയർ കുറക്കും. വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഡിക്രീസ്ഡ്. ഫോർവേഡ് ബൈസ് ചെയ്താൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വീതി കുറയും. ദ ജംഗ്ഷൻ ഓഫേഴ്സ് എ വെരി ലോ റെസിസ്റ്റൻസ് കോൾഡ് ഫോർവേഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഫോർവേഡ് ബൈസിൽ ജംഗ്ഷനിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. കറണ്ട് ഫ്ലോസ് ത്രൂ ദി ജംഗ്ഷൻ ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇങ്ങനെ ഫോർവേഡ് ബൈസ് ചെയ്താൽ ആ ബാഹ്യമായിട്ടുള്ള സർക്യൂട്ടിൽ കൂടി കറണ്ട് ഒഴുകും. ഇപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുന്നുണ്ട്. അടുത്ത റിവേഴ്സ് ബയസിംഗ് ആണ്. റിവേഴ്സ് ബയസിങ്ങിൽ നമ്മൾ ബാറ്ററിയുടെ പൊളാരിറ്റി മറിച്ച് കൊടുക്കുക. ആ ഫിഗർ ബി നോക്കുക, ബാറ്ററി പൊളാരിറ്റി മറിച്ച് കൊടുത്തിരിക്കുകയാണ്. റിവേഴ്സ് ബയസിംഗ്. The positive terminal of the cell is connected to the N-type and negative terminal to the P-type. This is called reverse biasing as shown in the figure. ഇപ്പോൾ സെല്ല് മറിച്ച് കൊടുക്കുന്ന രീതി, അതിനെ റിവേഴ്സ് ബയസിംഗ് എന്ന് പറയുന്നത്. Due to reverse biasing, the potential barrier is increased. The width of the repellent layer is increased. The junction offers high resistance called reverse resistance. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് ബൈസ് ചെയ്താൽ ജംഗ്ഷൻ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അതിന് നമ്മൾ ആ റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയും. നോ കറണ്ട് ഫ്ലോസ് ഇൻ ദ കേസ്. അപ്പോൾ ഈ റിവേഴ്സ് ബയസിൽ ഈ ജംഗ്ഷൻ റെസിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് ഇവിടെ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബൈസ് ചെയ്താൽ കറണ്ട് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബൈസ് ചെയ്താൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി. ഡയോഡിന് ഒറ്റ പ്രോപ്പർട്ടിയുള്ളൂ, അതായത് ഫോർവേഡ് ബൈസ് ചെയ്താൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബൈസ് ചെയ്താൽ കണ്ടക്ട് ചെയ്തില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫോർവേഡ് ബൈസ് ചെയ്താൽ അത് ക്ലോസ്ഡ് സ്വിച്ചായിട്ട് മാറും, റിവേഴ്സ് ബൈസ് ചെയ്താൽ അത് ഓപ്പൺ സ്വിച്ചായിട്ട് മാറും. ഫോർവേഡ് ബൈസ് ചെയ്താൽ ക്ലോസ്ഡ് സ്വിച്ച് ക്ലോസ് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യില്ല. റിവേഴ്സ് ബൈസ് ചെയ്താൽ ഓപ്പൺ സ്വിച്ച് ഓഫാണ്. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്, അപ്പോൾ കറണ്ട് പാസ് ചെയ്തില്ല. അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യുക, കറണ്ട് കണ്ടക്ട് ചെയ്യാതിരിക്കുക, ഓൺ ഓഫ് സർക്യൂട്ട്, അതാണ് ശരിക്കും ഒരു ഡയോഡിൻ്റെ പ്രവർത്തനം, പ്രധാന പ്രവർത്തനം. ഇത് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VA ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI എന്ന് പറഞ്ഞിട്ടോ, V വോൾട്ട്, I കറണ്ട്. ഇവിടെ ആംപിയറിൻ്റെ A ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. VI ക്യാരക്ടറിസ്റ്റിക്സ്, VA ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി ഇഞ്ചക്ഷൻ ഡയോഡ്. ആ VIയും താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ടും ഒരു ഡയോഡിലെ കറണ്ടും വോൾട്ടേജും ഫോർവേഡ് ബൈസിലും റിവേഴ്സ് ബൈസിലും ഗ്രാഫിക്കലായിട്ട് കാണിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ്. വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി ഇഞ്ചക്ഷൻ ഡയോഡ്. ദ സർക്യൂട്ട് ഡയഗ്രാം യൂസ്ഡ് ടു ഡ്രോ ദ VI characteristics of a p junction is shown in the figure. D is the p junction diode and V voltmeter. ഇതാണ് സർക്യൂട്ട്. നോക്കുക, നമ്മൾ ആ കർവ് വരയ്ക്കാൻ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. കർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിയോസ്റ്റഡ് RH ആണ്. റിയോസ്റ്റഡ് RH, പിന്നെ ഒരു ലോഡ് RL ഉണ്ട്. ലോഡ് RL ഇസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നോക്ക്, ഡയോഡാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വോൾട്ട്മീറ്റർ V കൊടുത്തിട്ടുണ്ട്, പ്ലസ് മൈനസ്. അതിൻ്റെ സൈഡിൽ ഒരു മില്ലിയാമീറ്റർ, വളരെ ചെറിയ കറണ്ടാണ് ഫോർവേഡ് കറണ്ട്. റിവേഴ്സ് കറണ്ട് ആണെങ്കിൽ അത് അളക്കാൻ തന്നെ പാടാണ്, അതിന് ഒരു മൈക്രോമീറ്റർ വേണം. അപ്പോൾ അത് M എന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു ലോഡ് RL കാണിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ്. പിന്നെ നമുക്ക് ഈ വോൾട്ടേജ് വേരി ചെയ്യണ്ടേ, വോൾട്ടേജ് വേരി ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബാറ്ററിയും ഒരു റിയോസ്റ്റാറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ടേം നമുക്ക് പഠിക്കേണ്ടത്. ഒരു VK, ഒരു നീ വോൾട്ടേജ് എന്നൊരു ടേം പഠിക്കാനുണ്ട്. അതുപോലെ VZ, സിനർ വോൾട്ടേജ് എന്നൊരു ടേം പഠിക്കാനുണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്, ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് ആർ നീ വോൾട്ടേജ് ആൻഡ് സിനർ വോൾട്ടേജ്? ഡ്രോ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ഇഞ്ചക്ഷൻ ഡയോഡ് ആൻഡ് മാർക്ക് ദീസ് ടു വോൾട്ടേജസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാം, ഇതാണ് അതിൻ്റെ കർവ് കേട്ടോ, കർവ്. ഇപ്പോൾ കർവ് ഇവിടെ പിന്നെ വരച്ച് പഠിക്കണം. ഈ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമായ പടം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഇത് വരച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ നോക്കി,
എക്സ് ആക്സിൽ എടുക്കുന്നത് വോൾട്ടേജ് ആണ് VF. അപ്പോൾ 2 സെറ്റ് കർവാണ്, 2 സെറ്റ് കർവ്, മുകളിൽ കാണുന്ന കർവുണ്ട്, താഴെ കാണുന്ന കർവുണ്ട്. ആ ഫസ്റ്റ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലും കർവ് കാണിച്ചിരിക്കും. ഫസ്റ്റ് ക്വാർട്ടറിലെ കർവിന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പുറത്ത് തേർഡ് ക്വാർട്ടറിലെ കർവിന് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിന് കാരണം ഇങ്ങനെ ക്രമേണ കൂടുന്നതായിട്ടാണ് VK എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ VK ആ വോൾട്ടേജ്, അങ്ങനെ ന്യൂ വോൾട്ടേജ്. അപ്പോൾ എക്സ് ആക്സിൽ VF ഫോർവേഡ് വോൾട്ടേജ്, വൈ ആക്സിൽ ഫോർവേഡ് കറണ്ട് IF, അത് MIയിലാണ്. IF MIയിലാണ്. പിന്നെ ഇപ്പുറത്തുള്ള കർവിൽ പിന്നെ എക്സ് ആക്സിൽ നമ്മൾ VR റിവേഴ്സ് വോൾട്ടേജ്, താഴോട്ട് കറണ്ടാണ് IR എന്ന് പറയുന്നത്, റിവേഴ്സ് കറണ്ട്. അപ്പോൾ അവിടെ ഗ്രാഫ് വന്നിട്ട് പെട്ടെന്ന് ഒടിഞ്ഞാണ് നേരെ മേപ്പെട്ട് പോകുന്നത്. ആ ഒടിയുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പോലെ VZ. ആ ഗ്രാഫ് ഇങ്ങനെ ഒടിഞ്ഞ് കിരിപ്പെട്ട് പോകുന്നില്ലേ പെട്ടെന്ന്, അതിന് നമ്മൾ സെൻട്രൽ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്രാഫ് വരക്കാൻ പഠിക്കണം. ഇത് പ്രാക്ടിക്കൽ കൂടി ചെയ്യുന്നതാണ് നിങ്ങൾ. അപ്പോൾ 2 ഗ്രാഫുണ്ട്. ഈ 2 സൈഡിലും വ്യത്യസ്തമായ സ്കെയിൽ എടുത്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. കാരണം ഫോർവേഡ് കർവ് വരയ്ക്കുമ്പോൾ മില്ലി ആംബറിലും റിവേഴ്സ് കർവ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ മൈക്രോ ആംബിയറിലും വേണം കറണ്ട് അളക്കാനായിട്ട്. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. വെൻ നോ വോൾട്ടേജ് അപ്ലൈഡ് നോ കറണ്ട് ഫ്ലോസ്. ഒരു വോൾട്ടേജ് കൊടുത്തില്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാകത്തില്ല. പിന്നെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് കർവ്, റൈറ്റ് സൈഡിലെ കർവ്, ഫസ്റ്റ് ക്വാർട്ടറിലെ കർവ് കിട്ടുന്നത്. വെൻ ദ സെൽ ഈസ് connected as shown the figure, the P junction is said to be forward biased. നമ്മൾ പറഞ്ഞതാണ്. പിയിലേക്ക് ബാറ്ററി പോസിറ്റീവ്. ഹിയർ ദി positive terminal of the cell is connected to P type and negative terminal of the cell is connected to N type. The potential barrier is reduced. Junction of phase low resistance called forward resistance. ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. By adjusting the rheostat RH, the voltage is gradually increased, noting each time the milliamp reading. ഇപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ ക്രമേണ കൂട്ടുമ്പോൾ, റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ക്രമേണ കൂട്ടുമ്പോൾ ഫോർവേഡ് കറണ്ട് ആ മില്ലി ആംബിയറിൽ അളക്കണം, മില്ലി അമ്മീറ്റർ നോക്കി അളക്കണം. എ ഗ്രാഫ് ഇസ് ഡ്രോൺ ബൈ യൂസിങ് വോൾട്ടേജ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് അലോങ് ദി വൈ ആക്സിസ് ആസ് ഷോൺ ദി ഫിഗർ B. ആ ഗ്രാഫാണ്. വെൻ ദി ഫോർവേഡ് വോൾട്ടേജ് ഇസ് സ്മോൾ ദ കറണ്ട് ഫ്ലോയിങ് ഈസ് 0. അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് 0 ആയിരിക്കും, വളരെ ഫീബിൾ ആയിരിക്കും. ബിക്കോസ് ദ അപ്പർ വോൾട്ടേജ് ഈസ് യൂസ്ഡ് ടു ഓവർകം ദി പൊട്ടൻഷ്യൽ ബാരിയർ. ഒരു സിലിക്കൺ ഡയോഡിന് 0.7 വോൾട്ട് ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്നത് വരെ കറണ്ട് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ആൾമോസ്റ്റ് 0. കറണ്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് വെൻ ദി അപ്പർ വോൾട്ടേജ് exceeds the potential barrier, which is 0.3 volt for germanium and 0.7 volt for silicon. അപ്പോൾ ഈ 0.3 വോൾട്ട് ജെർമീനിയം ഡയോഡിലും 0.7 വോൾട്ട് സിലിക്കൺ ഡയോഡിലും ബാരിയർ പൊട്ടൻഷ്യലാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഫോർവേഡ് കറണ്ട് കൂടുകയുള്ളൂ. ദർ ഇസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട് ഇഫ് ദ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ഫർദർ. അപ്പോൾ 0.7 വോൾട്ട് കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് കൂടുന്നത് കാണാം. ആ ഗ്രാഫ് ഫോർവേഡ് കർവ്. The voltage at which current starts rising rapidly is called new voltage. വോൾട്ടേജ് പെട്ടെന്ന് കൂടുന്നതിനെ നമ്മൾ ന്യൂ വോൾട്ടേജ് എന്ന് വിളിക്കും. VK. റൈറ്റ് സൈഡിലാണ് VK മാർക്ക് ചെയ്യുന്നത്. The voltage at which current starts rising rapidly, പെട്ടെന്ന് കറണ്ട് കൂടുന്ന ആ വോൾട്ടേജിന്, അത് 0.7 വോൾട്ട്, അതിനെ വിളിക്കുന്ന പോലെ ന്യൂ വോൾട്ടേജ്, KNAA, ന്യൂ വോൾട്ടേജ്. ഈ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലെ തേർഡ് ക്വാർട്ടറിലെ കർവിനെ പറ്റിയാണ് പറയുന്നത്. റിവേഴ്സ് ബയസ്. വെൻ ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ഈസ് കണക്റ്റഡ് ടു N type ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു P type, ദ P junction is said to be reverse biased. നേരത്തെ പറഞ്ഞു, the width of the depletion layer is increased, junction offers high resistance. ഹൈ റെസിസ്റ്റൻസ് ആൻഡ് പ്രാക്ടിക്കലി നോ കറണ്ട് ഫ്ലോസ്. ഇപ്പോൾ റിവേഴ്സ് ബയസിൽ കറണ്ട് പ്രാക്ടിക്കലായിട്ട് ഒട്ടുന്നതിന് ഇല്ലെന്ന് പറയാം.
The resistance offered by the junction is called reverse resistance. A small current. അതാണ് കറണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് പറയും ഒരു ചെറിയ കറണ്ട്, ഒരു മൈനോറിറ്റി കാരിയേഴ്സിന് ഒരു ചെറിയ കറണ്ട് ഉണ്ട്. എ സ്മോൾ കറണ്ട് മെഷേർഡ് ഇൻ മൈക്രോ ആംബിയർ mu a. മൈക്രോ ആംബിയർ ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ആൻഡ് ഈസ് കോൾഡ് റിവേഴ്സ് കറണ്ട്. അപ്പോൾ റിവേഴ്സ് ബയസിൽ പ്രാക്ടിക്കലി കറണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും ഒരു മൈന്യൂട്ട് കറണ്ട്, വളരെ ചെറിയ കറണ്ട് ഉണ്ട്, റിവേഴ്സ് കറണ്ട് എന്ന് പറയും. ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ പി ടൈപ്പ് ആൻഡ് സെമി കണ്ടക്ടർ ആൻഡ് conductor which are very few in number and are called minority carriers. These minority carriers are produced by breaking the covalent bonds. ഇപ്പോൾ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകുന്നത്. When reverse voltage is increased gradually, the reverse current increases and reaches a maximum. The remains constant. ഇപ്പോൾ റിവേഴ്സ് കറണ്ട് ക്രമേണ കൂടാം, റിവേഴ്സ് വോൾട്ടേജിൽ ഒപ്പിച്ച് കൂടാം, മാക്സിമം ടിൽ ദി വോൾട്ടേജ് വി സെഡ് ഈസ് റീച്ച്ഡ്. അപ്പോൾ വി സെഡ് വരെ ഇത് ചെറുതായിട്ട് കൂടാം. അറ്റ് ദിസ് ക്രിട്ടിക്കൽ, അപ്പോൾ വി സെഡ് വളരെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. വോൾട്ടേജ് ഈസ് കോൾഡ്. അപ്പോൾ ഇതിങ്ങനെ കൂടി ജസ്റ്റ് മാക്സിമം ആകാൻ പോകുന്നത്, റിവേഴ്സ് കറണ്ട് മാക്സിമം ആകാൻ പോകുന്ന ആ പോയിന്റാണ് അവിടെയുള്ള വോൾട്ടേജ് വി സെഡ്, സെറർ വോൾട്ടേജ്. അതിന് സെറർ വോൾട്ടേജ് എന്ന് പറയും. സെറർ വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഡൗൺ ആണ് കേട്ടോ. ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് സഡൻലി. ഇപ്പോൾ സെറർ വോൾട്ടേജ് കഴിഞ്ഞാൽ ആ ഗ്രാഫിക്കിന് ഹോറിസോണ്ടലായിട്ട് വന്നിട്ട് പെട്ടെന്ന് കീഴ്പോട്ട് പോകുന്ന പാർട്ടാണ് പറയുന്നത്. ഗ്രാഫ് ഹോറിസോണ്ടലായിട്ട് തേർഡ് ക്വാർട്ടറിലെ ഗ്രാഫ് ഹോറിസോണ്ടലായിട്ട് വന്നിട്ട് പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഫാൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്റ്റീപ്പായിട്ട് ഫാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ. ദി റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് സഡൻലി ആഫ്റ്റർ വി സെഡ്. സഡൻലി ആ ജംഗ്ഷൻ ബ്രേക്സ് ഡൗൺ. അപ്പോൾ സെറർ വോൾട്ടേജ് കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് കൂടുകയും ആ റിവേഴ്സ് കറണ്ട് ശക്തി മൂലം ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകുകയും ചെയ്യും. പ്രവർത്തനക്ഷമത നഷ്ടപ്പെടും. ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് ബിക്കോസ് ആസ് ദ വോൾട്ടേജ് ഇൻക്രീസ്ഡ് ദ കൈനറ്റിക് എനർജി ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻക്രീസസ്. They knock out electrons from other atoms. This action is cumulative and thus the number of electrons increases quickly and the reverse current also rises suddenly. അപ്പോൾ വി സെറ്റ് കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് റൈസ് ആകുകയും ജംഗ്ഷനും ബ്രേക്ക് ഡൗൺ ആകുകയും ചെയ്യും. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് താഴെ വേണം ഡയോഡ് പ്രവർത്തിപ്പിക്കാൻ. അതിന് മുകളിൽ പോയാൽ ഡയോഡ് ഡാമേജ് ആകും. അപ്പോൾ ഇതിനൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എസ് എ ആണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് വിത്ത് എ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ആൻ എക്സ്പെരിമെൻറ്റ്, അവരല്ല ആൻ എക്സ്പെരിമെൻറ്റ് ഡ്രോ ദ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ഡയോഡ്. ഇൻ ഷോർട്ട് ആൻസേഴ്സ്, വാട്ട്സ് ദി പി ജംഗ്ഷൻ ഡയോഡ്, ഡ്രോ ഇറ്റ് സിമ്പിൾ, ആരോ ഹെഡ് ആൻഡ് ബാർ. Question number 3, explain the meaning of forward bias and reverse bias of crystal diode. Next question, define E voltage and Zener voltage. Draw the voltampere characteristics of a crystal diode. ആ ഗ്രാഫ് വരയ്ക്കാനാണ്. ആ ഗ്രാഫ് കുറച്ചുകൂടി വ്യക്തമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസുമായിട്ടൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ രീതി. നമ്മൾ നേരത്തെ സർക്യൂട്ടിൻ്റെ കൂടെ സൈഡിൽ വരച്ച പടം തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ടിങ്ങനെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് സ്പോട്ടിൽ കാണുന്നത് ഫോർവേഡ് ബയസ്. എൻ്റെ സർക്യൂട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 0.7 വോൾട്ട് വരെ സിലിക്കറാണെങ്കിൽ കറണ്ട് വർദ്ധനവേ ഇല്ല റൈറ്റ് സൈഡിൽ. അത് കഴിഞ്ഞാൽ കൂടുന്നത് ആ 0.7 വോൾട്ടിനെ വിളിക്കുന്ന ഇവരാണ് വി കെ, നീ വോൾട്ടേജ്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ കറണ്ട് ഒട്ടും തന്നെ ഇല്ല. കാരണം ഇത് മൈക്രോ ആംബിയർ കറണ്ടാണ്. ഇപ്പോൾ വളരെ ഫീബിൾ കറണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത് ആൾമോസ്റ്റ് എക്സാക്സുമായിട്ട് നെഗറ്റീവ് എക്സാക്സുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്നതാണ്. സെറർ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. വി സെറ്റ് എത്തിയാൽ അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആവും. കാരണം പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് കീഴ്പോട്ട് കാണിച്ചിരിക്കുക നമ്മൾ. ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ കറണ്ട് പെട്ടെന്ന് റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് കൂടുന്നത് കാണാം. ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. അപ്പോൾ മുകളിലോട്ടുള്ള ഈ എക്സാക്സിൽ നമ്മൾ വോൾട്ടേജാണ് ഫോർവേഡ് വോൾട്ടേജ് എടുക്കുന്നത്. അത് 0.512 എടുക്കാം. പക്ഷേ റിവേഴ്സ് വോൾട്ടേജ് 246 എടുക്കണം മൈനസായിട്ട്. അതുപോലെ മേപ്പോട്ടുള്ള കറണ്ട് മില്ലി ആംപിയർ കറണ്ട് നമ്മൾ 10, 20, 30 എടുക്കാം, 40 എടുക്കാം. പക്ഷേ റിവേഴ്സ് കറണ്ട് അത് വളരെ ചെറുതാണ്.
അത് മൈക്രോ ആംപിയറിലാണ് താഴോട്ട്, വളരെ ചെറിയ കറണ്ട്. അപ്പോൾ എക്സ് ആക്സിൽ റൈറ്റ് സൈഡിൽ വോൾട്ടിലും 10, 20, 30 വോൾട്ടിലും കറണ്ട് മില്ലി ആംപിയറിലും. പിന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിൽ വോൾട്ട് 2, 4, 10, പക്ഷേ കറണ്ട് മൈക്രോ ആംപിയറിലാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള ഒരു കർവ്. അപ്പോൾ ഈ കർവ് വരച്ച് പഠിക്കാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. That is all with your 12th lecture on paper 3 electronics. We continue in the next class. Thank you.